ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് വൈക്കത്ത് ഓഗസ്റ്റ് 8 ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സ്മാർട്ട് ബസാറിലാണ്. 15,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ സ്മാർട്ട് ബസാർ അവർ ഒരുക്കിയിരിക്കുന്നത്. സോ ഞാൻ പോകുന്നത് ഓഗസ്റ്റ് 9 ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ നിരവധി ഓഫേഴ്സാണ് അവരവിടെ ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഈ പാത്രമൊക്കെ ഏതെടുത്താലും 99 റുപ്പീസാണ് വരുന്നത്. അതുപോലെ ബിസ്ക്കറ്റ്സിനാണെങ്കിലും നമ്മുടെ ന്യൂഡിൽസ് ഐറ്റംസിനാണെങ്കിലും അങ്ങനെ എല്ലാത്തിനും ഓഫേഴ്സ് ഉണ്ട്. 2 കിലോ സവോളയ്ക്കൊക്കെ 9 രൂപയേ ഉള്ളൂ ഈ ഒരു ടൈമിൽ. അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ സ്റ്റാർട്ടിങ് 49 റുപ്പീസാണ്. പിന്നെ 50 രൂപയുടെ ലേസിന് വെറും 33 രൂപയേ ഉള്ളൂ. 7 പാക്കറ്റ് ചോക്കോസിനാണെങ്കിൽ 49 രൂപ. അത് കൂടാണ്ട് തന്നെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളവിടെ ചെന്നാൽ തന്നെ കൺഫ്യൂസ്ഡ് ആവും. പിന്നെ അതുപോലെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട്. അപ്പോൾ തിരക്കില്ലാത്ത സ്ഥലം നോക്കിയിട്ടാണ് ഞാൻ മാക്സിമം വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന റൈസിനൊക്കെ ആണെങ്കിലും നല്ല ഓഫേഴ്സ് ഉണ്ട്. ഇത് കണ്ടോ, ബൈ 2 get 1 ഓഫറിലാണ് നമ്മുടെ ഇപ്പി നൂഡിൽസ് ഒക്കെ ഉള്ളത്. ഈ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഏതെടുത്താലും 49 റുപ്പീസ് ഉള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ തന്നെയാണ്. അതുകൂടാണ്ടും ഇതുപോലത്തെ പ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ. എന്താണ് സ്മാർട്ട് ബസാർ എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇതിനും ഒക്കെ ഓഫേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ, അതിനൊക്കെ 429 റുപ്പീസാണ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെയും ബൈ 2 get 1 ഫ്രീ ഓഫേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. സോ അതിനുശേഷം അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ മെൻസ്, വുമൺ, കിഡ്സ് ഡ്രസ് ഐറ്റംസ്, അതുപോലെ പേഴ്സണൽ കെയർ, സ്കിൻ കെയർ ഐറ്റംസ്, ബെഡ്ഷീറ്റ്സ്, അങ്ങനത്തെ ക്രാഫ്റ്റ് ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവർ ഒരുക്കിയിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അവിടെയും നമുക്ക് എല്ലാ ഐറ്റംസിലും തന്നെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 199 ആണെങ്കിൽ മെൻസിൻ്റെ ടീഷർട്ട്സ് അവൈലബിൾ ആയിരുന്നു. അതുപോലെ 199 ലേഡീസ് കുർത്തീസ്, ടീഷർട്ട്സ്, ടോപ്സ്, ബാഗ്, പിന്നെ അതുപോലെ തന്നെ പാമ്പേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിലും നിരവധി ഓഫറിൽ അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കുട്ടികളുടെ ഐറ്റംസ് ആണ്, ലൈക്ക് നോട്ട്ബുക്സും കാര്യങ്ങളൊക്കെ. കണ്ടോ, ഈ പാത്രങ്ങളൊക്കെ ഏതെടുത്താലും 99 റുപ്പീസ് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം സെറ്റായിട്ട് വരുന്ന ഐറ്റംസ് ആണ്. പിന്നെ ഇതുപോലത്തെ സ്റ്റീൽ പാത്രങ്ങൾക്ക് അതിനുമൊക്കെ 50% ഓഫറിലാണ് അവരിപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ടോയ്സ് ഉണ്ടായിരുന്നു. ഇതിന് ഓഫേഴ്സ് ഉണ്ടായിരുന്നില്ല ഈ ടോയ്സ് ഐറ്റംസിൽ. ഇതാണ് മെൻസിൻ്റെയും വുമൻസിൻ്റെയൊക്കെ ക്ലോത്തിങ് സെക്ഷൻ വരുന്നത്. അവിടെയും ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ഈ ഒരൊറ്റ ഷോപ്പിങ്ങിൽ പോയി വാങ്ങിക്കാവുന്നതാണ്. ഈ ടോയ്സ് ഒക്കെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കൺട്രോൾ പോയി നിൽക്കുന്ന അത്രയും ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഓഫേഴ്സ് ഉണ്ടായില്ല. ഇതൊക്കെ ഡബിൾ ബെഡ്ഷീറ്റ്സ് ആണ്. ഇതൊക്കെ 399 ആണ് റേറ്റ് വരുന്നത്. കണ്ടോ, നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇവിടെ മിക്ക ഐറ്റംസിനും 50% ഒക്കെയാണ് അവർ ഓഫർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇത് ജെൻസിൻ്റെ ഷർട്ട്സ് ആണ്. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്കെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈവൻ പാൻസ് ആണെങ്കിലും ഷർട്ട്സ് ആണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ 2 ഷർട്ട് ബൈ 2 for 299 റുപ്പീസ് എന്ന് പറഞ്ഞ ഓഫറിലും അവിടെ ഷർട്ട്സ് ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ, കണ്ണാടി കണ്ടാൽ പിന്നെ നമുക്ക് കുറച്ച് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. അപ്പം അവിടെയാണെങ്കിൽ നിറച്ച് മിറേഴ്സ് വെച്ചിട്ടും ഉണ്ടായിരുന്നു. ഇത് ലേഡീസിൻ്റെ സെക്ഷനാണ്. കണ്ടോ, ഈ കാണുന്ന ക്രോപ്ഡ് ടീഷർട്ട്സിനെല്ലാം 199 റുപ്പീസാണ് വരുന്നത്. അതുപോലെ ഈ കുർത്തീസൊക്കെ ആണെങ്കിലും 499 റേറ്റിലാണ് വരുന്നത്. എനിക്കെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഒക്കെ തന്നെയായിരുന്നു. സോ ഡ്രസ്സിനെക്കാട്ടിലും കൂടുതലും നമ്മുടെ ഗ്രോസറി ഐറ്റംസിനാണ് ഓഫേഴ്സ് കുറച്ചും കൂടി അവർ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഏറ്റവും തിരക്കും ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ അത്രയും ഒരു ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ 2 ടോപ്പ് ട്രൈ ചെയ്ത് നോക്കി. ഈ ഒരു ബ്ലൂ പിന്നെ ഒരു പിങ്കും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 2ൻ്റെ റേറ്റ് വരുന്നത് 499 ആണ്. നല്ല കംഫർട്ടുള്ള ഫാബ്രിക് ആയിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഏതായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അവിടുത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. കണ്ടോ, ഇത്രയും വിപുലമായിട്ടാണ് അവരവരുടെ എല്ലാ ഐറ്റംസും ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ടോയ്സ് ആണെങ്കിലും അതുപോലത്തെ ഐറ്റംസ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടോ, അത് ആനിമൽസിൻ്റെ ഒരു സെറ്റാണ്. ഞാനത് വാവയ്ക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളതായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഇത് ഇത്രയും വലുതായതുകൊണ്ടാണ് നമുക്ക് അത്ര ഒരു തിരക്ക് ഫീൽ ചെയ്യാത്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ ബില്ല് ചെയ്യാനായിട്ട് പോയി. ബില്ലിംഗ് കൗണ്ടേഴ്സ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ബില്ല് അടയ്ക്കാനായിട്ട് പറ്റി. ഒത്തിരി ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. സോ ബില്ലിങ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവിടെ നിന്ന് കൂപ്പൺ കിട്ടും. അതായത് 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ സമ്മാന കൂപ്പൺ ഉണ്ടായിരുന്നു. 5 കൂപ്പൺ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 32 ഇഞ്ചിൻ്റെ ഒരു TV ആണ്.